അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലത്തെ, ഇതാണ് ഞങ്ങളുടെ റൂം. എടപ്പള്ളി പോനേക്കറിലുള്ള നമ്മുടെ പുതിയ റൂം കേട്ടാ. കുഞ്ഞു കുഞ്ഞ് ഡോട്ട് ലൈറ്റുകളൊക്കെ ഉണ്ട്, സിസ്റ്റമൊക്കെ ഉണ്ട്, സ്ട്രീമിങ് ചെയ്യാനുള്ള മാക്ക് ഉണ്ട്, കുഞ്ഞൊരു കിച്ചൺ ഉണ്ട്, അതിൽ ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ മിക്സി ജാറാണ് കേട്ടോ, പാത്രങ്ങളൊന്നും അധികം ഇല്ലാത്തതാണ്. പിന്നെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ കുത്തുമുളക്, ഇതിന് ചെറുപയറിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ചെറിയ കുത്തുമുളക്. പിന്നെ ഇത് എന്തോ ഒരു അച്ചാറാണ്, അത് വെളിച്ചെണ്ണ കൂട്ടിയിട്ട് ആക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട്. ഇത് നമുക്കൊരു 2-3 ദിവസം കൂടി സർവൈവ് ചെയ്യാനുള്ള ചെറുപയർ. പിന്നെ സവാള, തക്കാളി, പിന്നെ സോയാബീൻ കറി ഉണ്ട്. സവാള, തക്കാളി ഇല്ല, അയ്യോ തക്കാളി ഇല്ലടോ, സവാള മാത്രം ഇല്ലേ? ഓക്കെ. മാസ്റ്റർ ഷെഫ് പറയുന്നത് തക്കാളി മാത്രം ഇട്ടിട്ട് ചാമ്പിക്കൊന്നാണ്. അപ്പം അങ്ങനെ ചാമ്പാം. ഇനിയിപ്പോൾ അടുത്ത പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇവിടെ നിങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ ഇത് കയറ്റിക്കണം. അല്ല, ഇതിലെ ചോറെടുത്തിട്ട് ഇതിലേക്കാക്കണം. ഇതിലേക്കാക്കിയിട്ട് അത് ഫ്രീ ആക്കിയിട്ട് ഇത് ഇല്ല അപ്പോൾ വന്നിട്ട് അപ്പോൾ ആ പരിപാടി ചെയ്യണം. മാസ്റ്റർ ഷെഫ് ഇവിടെ ചെറിയൊരു പരിപാടിയിലാണ്. എന്താ പരിപാടി? ചെറിയൊരു ബൊക്കെ ഉണ്ടാക്കുക. 21-ാം തീയതി ഉറപ്പിക്കലായ കാരണം ഇല്ല, 21-ാം തീയതി കേട്ടിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ആളെന്നെ മേക്ക് ചെയ്തിട്ട് റോസാപ്പൂവൊക്കെ സെറ്റ് ചെയ്തിട്ട് ബൊക്ക ഞങ്ങൾ ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അല്ലേ? ആളെന്നെ കൈ കൊണ്ട്, ആളെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്, എന്നിട്ട് കൊടുക്കാനുള്ള പരിപാടി. ഇതാണ് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പോണത്. ഫുൾ സെറ്റപ്പിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞങ്ങൾക്ക് ട്രൈപ്പോഡൊക്കെ ഉണ്ട്. ഇത് അയ്യോ തീപ്പെട്ടി ഞങ്ങൾ സിഗരറ്റ് വലിക്കാറില്ല അല്ല കേട്ടോ, അല്ല ചേട്ടാ. ഇതിങ്ങനെ ഒരുക്കാനുള്ള ഒരു പരിപാടി ഉണ്ടാ, ലൈറ്ററൊക്കെ ഉണ്ടാ. ഇത് വെച്ചിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട്. തെറ്റിദ്ധരിച്ചു നമ്മളതിനെ കണ്ടാൽ എണ്ണൊക്കെ ഉണ്ട്. പിന്നെ ഇത് ബൊക്ക കവർ ചെയ്യാനുള്ളൊരു കവറ്. ഇത് ഹെൽമെറ്റ്, മിസ്റ്റർ ഷെഫിൻ്റെ ഹെൽമെറ്റ്. ഇത് ഫണ്ടല്ല. ഇതൊക്കെയാണ് ഡ്രസ്സാണ് വേണ്ട. ഭയങ്കര അലക്ഷ്യമായിട്ടാണ് ഞങ്ങളിവിടെ ഇതൊക്കെ വെച്ചേക്കണത്. ഞങ്ങൾക്ക് കുഞ്ഞൊരു ഭയങ്കര വൃത്തിശൂന്യമായൊരു ബാത്റൂം ഉണ്ട്, കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ ബാത്റൂം. എക്സോസ്റ്റ് ഫാനൊക്കെ ഉണ്ട് വേണ്ട. അപ്പോൾ ബൈ. എന്താ കാണിച്ചു തരാല്ലേ? നിങ്ങൾക്ക് കാണിച്ചൂലേ? ഞങ്ങൾക്ക് ഒരു തലോണേ ഉള്ളൂ, ഒറ്റൊരു തലോണ. ഇത് ഇതിൻ്റെ പുതപ്പ്, ഇത് മിസ്റ്റർ ഷെഫിൻ്റെ പുതപ്പ്, ഞങ്ങളുടെ വീതി. പിന്നെ ഞങ്ങളുടെ സിറ്റ് ഔട്ടാണ്, അവിടെ വേറെ ആൾക്കാരുണ്ട്. ഇത് ഞങ്ങളുടെ ചെരുപ്പുകൾ പറഞ്ഞ. അയ്യോ ഷൂ. ഇവിടെ ലൈറ്റ് ഉണ്ട്. നമുക്ക് നൈറ്റൊക്കെ പുറത്തുനിന്ന് വരുമ്പോൾ ഈ ലൈറ്റ് ഓൺ ആക്കിയിട്ട് വേണം. ഇവിടെ ചെരുപ്പ് ഊരിയിട്ടൊരു ഷൂ ആണെങ്കിൽ ഷൂ ഇട്ടൊരു ഊരിയിട്ടിട്ട് ഇത് കയറാം. അപ്പോൾ ഞങ്ങളുടെ ഇതിൻ്റെ ഉള്ളത്തെ പരിപാടീസൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് വേറെ സംഭവമുണ്ട്. ഞങ്ങളുടെ ചില്ലറ പൈസ കിട്ടേക്കുന്ന കുഞ്ഞൊരു പാത്രം. ഇത് സ്വർണ്ണമല്ല, മുക്കാണ്. ചന്ദനാണത്, ചന്ദനുണ്ട് കയ്യിൽ. പിന്നെ ഇത് ഇവനാണ് നമ്മുടെ കില്ലർ, പെയിൻ കില്ലർ. ഇത് നമ്മുടെ മിസ്റ്റർ ഷെഫ് ഇടയ്ക്ക് അടിക്കും, പവർ വരാനില്ലേ. ഇതാണ് ഞങ്ങളുടെ വർക്ക്, ഇതാണ് ഞങ്ങളുടെ എല്ലാം. ഞങ്ങൾക്ക് സങ്കടം വന്നാലും വിഷമം വന്നാലും അപ്പം ഞങ്ങളുടെ മേക്കോണാക്കും, എന്തെങ്കിലും സിനിമ ഇരുന്ന് കാണും അല്ലേ. ഇതിപ്പോൾ നമ്മൾ ഭയങ്കര കാം മൂഡിലാണ്, അതുകൊണ്ടാണ് നല്ല കാം സോങ് വെച്ചേക്കണത്. ഇതിൻ്റെ കുട്ടി ഹെൽമെറ്റ്. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ ഇതൊക്കെ എൻ്റെ ഡോക്യുമെൻറ്റ്സ് ആണ്. ഇത് എൻ്റെ ഒരു ബുക്ക്. ഞാൻ നോട്ടൊക്കെ വെറുതെ ചുമ്മാ ഡയറിയൊക്കെ എഴുതിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഓരോന്നൊക്കെ എഴുതിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ദിവസത്തിൽ നല്ല നല്ല മൊമെൻറ്റ്സൊക്കെ നമ്മൾ എഴുതിക്കും അതിൽ. പിന്നെ ഇത് എൻ്റെ കവറ്, ഈ മഞ്ഞ കവർ എൻ്റെ കൂടെ ഒരു 2.5 വർഷമായി ഉണ്ടാവും എൻ്റെ കൂടെ ഈ മഞ്ഞ കവർ. ഇത് ചിലവർക്കൊക്കെ കണക്റ്റ് ആവും, ചിലവർക്കൊക്കെ അറിയായിരിക്കും ഈ കവർ എന്ത് കവറായിരുന്നു എന്നൊക്കെ. അതിൽ എൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് അറിയില്ല, ഞാൻ പറഞ്ഞിട്ടില്ല തന്നോട്. പിന്നെ പറഞ്ഞുതരാം. ഇതൊക്കെ ഇതൊക്കെ കിട്ടിയ സർട്ടിഫിക്കറ്റാണ്.
SBIയിൽ അതായത് ഇയർ ഓഫ് അച്ചീവർ ആയതിൻ്റെ ഏരിയ അച്ചീവറിൻ്റെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ഇതൊക്കെ ട്രോഫിയൊക്കെ ഉണ്ട് വേണ്ട. ഇതെനിക്ക് SBIയിൽ നിന്ന് കിട്ടിയ ട്രോഫിയാണ്. പ്രൈസ് ഇതും SBIയിൽ നിന്ന് കിട്ടിയ പ്രൈസ്. പിന്നെ ഇത് യാഡ്ലിയുടെ ഒരു പെർഫ്യൂമാണ്. ഇതെൻ്റെ ഷീസ് മൈ ഗിഫ്റ്റ് ഫോർ മീ ഗേൾ ഫ്രണ്ട്. പിന്നൊന്നുമില്ല. പിന്നെ ഇത് ഞാൻ ട്രിപ്പൊക്കെ പോകുമ്പോൾ സോളോ റൈഡൊക്കെ കൊണ്ടുപോകുമ്പോൾ, സോളോ റൈഡ് മാത്രമല്ല എല്ലായിടത്തേക്കും പോകുമ്പോഴൊക്കെ കൊണ്ടുപോകണ ഒരു ബാഗ്, കുഞ്ഞ് ബാഗ്. ഇതെൻ്റെ പേഴ്സ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊടൈക്കനാൽ പോയി വന്നിട്ട് ഇന്ന് സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ല. കൊടൈക്കനാൽ നല്ല വെയിലായ കാരണം സൺസ്ക്രീം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പിന്നെ മോയ്സ്ചറൈസർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് റോൾ ഓൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു പെന്നും ഒരു ബുക്കും, കുഞ്ഞ് ബുക്കും, കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചിട്ടുണ്ട് നമ്മൾ പോയ സ്ഥലങ്ങൾ കുഞ്ഞ്. ഇതും ചിലവർക്കൊക്കെ കണക്റ്റ് ആവും. വേണ്ട, ഇത് കൊടൈക്കനാൽ, ഇത് അട്ടപ്പാടി, ഇതും കൊടൈക്കനാൽ, ഇത് കിളാവര കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് വേണ്ട, ഇത് സ്റ്റോറി സെക്കൻഡ് ക്ലാസ് ടു നാസിക്, സംഭവം കഥ. ഇത് നമ്മുടെ ഒപ്പം ഇവിടെ മഹാരാഷ്ട്രയിലേക്ക് പോകുമ്പോൾ നമ്മുടെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്ന ആൾക്കാരുടെ പേരാണ് ഹിന്ദിയിൽ. നമ്മളെ കുറേ ആസാമികളും രാജസ്ഥാനികളൊക്കെ ഉണ്ടായിരുന്നു. അവരെന്നായിട്ട് അവരെന്നായിട്ട് പരിചയപ്പെട്ട് അവരുടെ പേരും കാര്യങ്ങളൊക്കെ വാങ്ങി. നമ്പറൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഓർമ്മ, ജസ്റ്റ് മെമ്മറി. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് എത്ര നാശമായാലും കളയരുത് എന്ന് പറഞ്ഞിട്ട് തന്നൊരു ബാഗാണ് ഇത്. ഈ ബാഗ് ഇത് വാങ്ങിയതല്ല. ഇന്ത്യയിൽ കൂടുതലും കുറേ ആൾക്കാരുടെ ഓർമ്മകളും ഒക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് ആ ഫ്രണ്ട് എനിക്ക് നശിപ്പിക്കരുത്, എല്ലായ്പ്പോഴും ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് തന്നൊരു ബാഗാണ് ബാഗ്. പിന്നെ ആ ഫ്രണ്ട് നല്ല ഫ്രണ്ടാണ്. പിന്നെ നമുക്ക് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മിസ്റ്റർ ഷെഫ് എന്തെങ്കിലും പറയാണ്ട് നിങ്ങൾ നോക്കിയിട്ട്. ഞങ്ങളുടെ റൂം നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ അടിപൊളിയാണ്. ഞങ്ങൾ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ ചിലപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടാവും അല്ലേ. ഞങ്ങൾ ഇതിന് മുമ്പ് ചെയ്തായിരുന്ന ആക്ടിവിറ്റീസ് മറ്റേ ഒമേഗിലായിരുന്നു അല്ലേ. ഇത് തുറക്കും, എന്നിട്ട് ഒമേഗിൽ എടുക്കും. ഒമേഗിൽ എടുത്തിട്ട് ആരെങ്കിലും അടുത്തൊക്കെ സംസാരിക്കുന്നല്ലേ. ഗേൾസൊക്കെ വരും അല്ലേ, ഗേൾസൊക്കെ വരും. ഗേൾസിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിരിക്കും. ബോയ്സും ഉണ്ടാവും. ഭയങ്കര എൻജോയ്മെൻ്റാണ് ഞങ്ങളുടെ റൂം. അങ്ങനെ ഇപ്പോൾ വേറെ ഒന്നുമില്ല. ഇതിൻ്റെ ID കാർഡാണ്. SBIയിൽ നിൽക്കുന്നുണ്ടായിരുന്നപ്പോൾ ഇതെനിക്ക് എൻ്റെ ഗേൾ ഫ്രണ്ട് ബർത്ത്ഡേക്ക് തന്ന ഗേൾ ഫ്രണ്ട് അല്ല, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നത് എൻ്റെ ഗേൾ ഫ്രണ്ട്. പിന്നെ ഒരു പൂവും, പിന്നെ ബാക്കിലൊരു ഫോട്ടോ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം, ഇങ്ങനെ കാണിച്ചു തരാം. ഇത് മാത്രമേ കണ്ടാൽ മതി. പിന്നെ നമ്മുടെ മെസ്സി വേൾഡ് കപ്പിലും കിസ് ചെയ്യണം. നമ്മുടെ റൊണാൾഡോ സിക്സ് കാണിക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ. പോർഷേ ഇനി എന്നെ കാണിച്ചു തരാം. ഷർട്ട് 2 സ്റ്റിൽ ബോഡി കാണിച്ചു നിൽക്കുന്ന അക്ഷയജു. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ റോസാപ്പൂ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്, ഫിനിഷ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാസ്റ്റർ ഷെഫ് അതായത് RJ ശ്രീരാഗ് ഉണ്ടാക്കിയ ഫസ്റ്റ് റോസാപ്പൂ. ഇതുപോലത്തെ ഒരു എത്ര എണ്ണം ഉണ്ടാവും? 12 എണ്ണം ഉള്ളോ? അപ്പൊ ചെറുത് കൊടുക്കണേ, വലുതാക്കിയാലോ? ഒരു 30 ആക്കിയാലോ? ഇതുപോലത്തെ 30 ഉണ്ടാക്കുമ്പോൾ എത്ര ദിവസം പിടിക്കും? 7 മണിയാകുമ്പോൾ വറക്കും കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അല്ല സമയമൊക്കെ നമ്മൾ ഉണ്ടാക്കണമെന്നല്ലേ അല്ല. അപ്പോൾ ഇതാണ് അടുത്ത് സെറ്റായിട്ടുണ്ട്. ഉണ്ടാക്കണുണ്ടോ? ഇതാണ് വരണം. പ്രൊഫഷനാണ്. അപ്പം അങ്ങനെ പരിപാടി. ഇപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, അടിപൊളിയുണ്ട്, അടിപൊളിയുണ്ട്. നൈസ്. ഓരോന്നും വയ്ക്കട്ടെ. പഴം കഴിക്കൂ. വേണ്ട, കടയിൽ പോയി ഞാൻ പഴമൊക്കെ വാങ്ങിക്കൊടുക്കുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് ഞമുക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുമ്പോൾ കൊടുത്താലേ കഴിക്കുള്ളൂ. ഇതുവരെ ഞാൻ വായിൽ വെച്ച് കൊടുത്തതാണ്.
വരാം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ യൂട്യൂബിൽ സജിത സോങ് വെച്ചിട്ട് കുറച്ച് നേരം കാമൂട് പിടിക്കാൻ വെച്ചു. പിന്നെ ഇനി കുഞ്ഞുഫായ 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 കുയുഫാന കുഞ്ഞുഫായ കിട്ടിയതല്ല. രണ്ടെണ്ണം ഉണ്ട്. അമ്പോ അടിപൊളി സാധനം, സൂപ്പറായിട്ടുണ്ട്. അടിപൊളി സൂപ്പർ സാധനം. അപ്പോൾ